നമസ്കാരം എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Redmi Note 7ന്റെ വിശേഷങ്ങളാണ്. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ ലൈവ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു Redmi Note 7ന്റെ കാര്യം ഇടൂ, Redmi Note 7ന്റെ ഡീറ്റെയിൽസ് ഇടൂ, കാര്യങ്ങളൊക്കെ ഇടൂ എന്നുള്ളത്. അപ്പോൾ നമ്മളിന്ന് Redmi Note 7ന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. ഞാൻ ഇന്നലെ M20 സാംസങ് M20 ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ബഡ്ജറ്റ് ഓറിയൻറ്റഡ് റേഞ്ചിൽ പുതുതായിട്ട് സാംസങ് കടന്നു വരുന്ന അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ഒരു ഹൈ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ഫോൺ വരുന്നതിൻ്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇന്ന് നമ്മുടെ ലെജൻഡറി Redmi എത്തിയിട്ടുണ്ട്. ബഡ്ജറ്റ് ഫോൺസിൻ്റെ രാജാവ് എന്ന് പറയുന്ന Redmi എത്തിയിട്ടുണ്ട്. Redmi Note 7ന്റെ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച്, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് Redmi Note 6 വരെ ഇറക്കിയതിൽ വെച്ചിട്ട് അവർ ഡിസൈൻ വൈസ് വലിയൊരു മാറ്റം അല്ലെങ്കിൽ ലുക്ക് വൈസ് വലുതായിട്ടൊന്നും അവർ കെയർ ചെയ്തിരുന്നില്ല. പക്ഷേ Redmi Note 7 എന്ന് പറയുന്നത് ഡിസൈൻ വൈസ് ഒരു എക്സലൻ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലുക്ക് കണ്ടാൽ വാങ്ങിപ്പോകുന്ന, ലുക്ക് കണ്ടാൽ നോക്കി നിന്ന് പോകുന്ന ഒരു പ്രീമിയം ഡിവൈസ് തന്നെയാണ്. പിന്നീടുള്ളത്, അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6.3 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു വാട്ടർ ടോപ്പ് നോച്ച് വരുന്നുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് പൈ ആണ്, 9.0 ആൻഡ്രോയിഡ് പൈ ആണ് ഇതിനകത്ത് വരുന്നത്. അതായത് മിഡ് റേഞ്ചിൽ അല്ലെങ്കിൽ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ഫോണുകളിൽ ആൻഡ്രോയിഡ് പൈ വരുന്ന ഫസ്റ്റ് ഫോണാണിത്. 2.2 GHz ക്വാഡ് കോർ പ്രോസസ്സറാണ് വരുന്നത്. അതായത് പെർഫോമൻസിൻ്റെ പ്രോസസ്സിംഗ് പവറിൻ്റെ കാര്യത്തിൽ 2.2 GHz നമുക്ക് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ റാം നോക്കുകയാണെങ്കിൽ 3GB 4GB ഉണ്ട്. അതായത് 3GB വേരിയൻറ്റിന് 32GB ആയിരിക്കും ഇൻ്റർണൽ സ്റ്റോറേജ്, 4GB വേരിയൻറ്റിന് 64GB ആയിരിക്കും ഇൻ്റർണൽ സ്റ്റോറേജ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് 4000 mAh നോൺ റിമൂവബിൾ ആയിട്ടുള്ള ഒരു ബാറ്ററിയാണ് വരുന്നത്. അതായത് ഈ ഒരു ഫോണിനെ പവർ ചെയ്തിട്ട് നമുക്ക് കുറച്ച് നല്ല രീതിക്കുള്ള ബാറ്ററി ബാക്കപ്പും കിട്ടുന്ന രീതിയിലാണ് അവർ അവരുടെ ബാറ്ററി സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് 4000 mAh ആണ്. ഇനി നമ്മൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈലൈറ്റഡ് പാർട്ടായ ക്യാമറയുടെ കാര്യത്തിൽ പറയുന്ന സമയത്ത് ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ഫോണുകളിൽ ഒരു ഫോണിലും ഇല്ലാത്ത ക്യാമറയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് 43 MP പ്ലസ് 5 MP ഡുവൽ ക്യാമറയാണ് വരുന്നത് റിയർ പാർട്ടിൽ. അതായത് ഫ്രണ്ട് പാർട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് 13 MP സെൽഫി ക്യാമറയാണ് വരുന്നത് വിത്ത് AI സെൽഫി. അതായത് നമ്മുടെ മൂക്കുരുവൊക്കെ മാറ്റി പാടൊക്കെ മാറ്റി തരുന്ന പരിപാടി. പിന്നീട് സെൻസേഴ്സിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഒരു ഹൈ റേഞ്ച് ഫോണിലുള്ള എല്ലാ സെൻസേഴ്സും ഉണ്ട്. ജൈറോ, പ്രോക്സിമേറ്റ്ലി, ലൈറ്റ് സെൻസർ, എല്ലാ സെൻസറും ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഡൗട്ട് കാണും, പബ്ജി കളിക്കാൻ പറ്റിയ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ഫോൺ ഏതാണെന്നുള്ളത്. പബ്ജി കളിക്കാനായിട്ട് ഈ ഒരു ഫോണിൽ പബ്ജി കളിക്കാം. കാരണം ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് പബ്ജി സൂപ്പറായിട്ട് കളിക്കാൻ പറ്റും. Adreno 512 ആണ് ഇതിൻ്റെ അകത്ത് വരുന്ന GPU എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് 32GB ഇൻ്റർണൽ സ്റ്റോറേജ് കിട്ടും. അതിന് നമുക്ക് 256GB വരെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മുടെ എക്സ്റ്റേണൽ SD കാർഡ് യൂസ് ചെയ്തിട്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നു എന്ന് പറയപ്പെടുന്നത്, അതായത് എനിക്ക് കൺഫേം ആയിട്ട് അറിയത്തില്ല, 10,999 രൂപയാണ് ഇതിൻ്റെ കറണ്ട് പ്രൈസ് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അത് എത്ര രൂപയാണ് ഒറിജിനൽ അല്ലെങ്കിൽ ഇത് സത്യമാണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. എൻ്റെ ഒരു അറിവ് അല്ലെങ്കിൽ ഞാൻ അന്വേഷിച്ചിൽ വെച്ചിൽ ഞാൻ റിസർച്ച് ചെയ്തതിൽ എനിക്ക് അറിയാൻ കഴിഞ്ഞത് 10,999 രൂപയാണ് ഇതിൻ്റെ കറണ്ട് പ്രൈസ്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം ഇതിനകത്ത് മെൻഷൻ ചെയ്യാം. നമുക്ക് ഇപ്പോൾ വരുന്ന ഈ ഒരു ഫോൺ എന്തുകൊണ്ട് ഇത്രയും ഹൈലൈറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും ഹൈപ്പ് ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സിംഗ് പവറും ഇതിൻ്റെ ഒരു പെർഫോമൻസും ഇതിൻ്റെ അകത്തുള്ള സ്പെസിഫിക്കേഷൻസും തന്നെയാണ്. സ്നാപ്ഡ്രാഗൺ 660 ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2.2 GHz ക്വാഡ് കോർ പ്രോസസ്സർ പ്ലസ് 1.8 GHz വേറൊരു ക്വാഡ് കോർ പ്രോസസ്സറും കൂടിയുണ്ട്. അതായത് 8 കോറുകളുടെ ഒരു പ്രോസസ്സിംഗ് പവറാണുള്ളത്. അതായത് 4 കോറ് 2.2 GHz വർക്ക് ചെയ്യും. അത് പിന്നീടുള്ള ഒരു 4 കോറ് 1.8 GHz വർക്ക് ചെയ്യും. അതായത് നമുക്ക് നല്ലൊരു പെർഫോമൻസ് റേറ്റ് തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഉള്ള എല്ലാ ഫോണുകളും നമ്മുടെ M20 അതേ ഒരു മോഡലാണ് സ്വീകരിച്ചത്. അതുപോലെ തന്നെ ഒരുപാട് ഫോണുകൾ ഇങ്ങനത്തെ 2 പ്രോസസ്സിംഗ് പവറിൽ അല്ലെങ്കിൽ പ്രോസസ്സിംഗ് സ്പീഡിൽ വർക്ക് ചെയ്യുന്ന പ്രോസസ്സേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഷവോമി എടുത്തിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ തന്നെയാണ് ബഡ്ജറ്റ് ഓറിയൻറ്റഡ് റേഞ്ചിൽ നമ്മുടെ Redmi Note 7 പുറത്തിറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ 10,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്നുണ്ടെങ്കിൽ, ഞാനൊരു കാര്യം പറയാം, 10,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊരു വലിയൊരു ഹിറ്റായിരിക്കും. വലിയൊരു ഹിറ്റെന്ന് വെച്ചാൽ വലിയൊരു ഹിറ്റായിരിക്കും. കാരണം 43 MP പ്ലസ് 5 MP കിട്ടുന്നുണ്ട്, 13 MP ഫ്രണ്ട് ക്യാമറ കിട്ടുന്നുണ്ട്, 2.2 GHz ഒരു 4 കോർ കിട്ടുന്നുണ്ട്, പിന്നെ ഒരു 1.8 GHz 4 കോർ കിട്ടുന്നുണ്ട്, സ്നാപ്ഡ്രാഗൺ 660 കിട്ടുന്നുണ്ട്. എല്ലാം കൊണ്ടും ഒരു കിടിലൻ ഡിവൈസ്. ഇതിൻ്റെ അറൗണ്ട് അല്ലെങ്കിൽ ആക്ച്വലി ഈ ഒരു സ്പെസിഫിക്കേഷൻസ് ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 45,000-50,000 രൂപയുടെ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം ഈ ഒരു ഫോണിൻ്റെ അകത്തുണ്ട്. ഇഫ് ഇറ്റ് ഈസ് 10,000 രൂപയ്ക്കാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ കേട്ട 10,000 രൂപ എന്നുള്ളത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ Redmi Note 7 തന്നെയായിരിക്കും ഈ വർഷത്തെ 2019 ഏറ്റവും വലിയ ഹിറ്റ്.
ഉറപ്പായിട്ടും ഇന്ത്യക്കാരിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പർച്ചേസ് ചെയ്യുന്നതും ഈ ഒരു ഫോണായിരിക്കും. അപ്പോൾ ഇത്രയാണ് റെഡ്മി നോട്ട് 7ൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വോയിസ് കേൾക്കാൻ വേണ്ടി നല്ല കുറച്ച് ലോ ആണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ വീഡിയോ ഞാൻ 3ാമത്തെ തവണയാണ് റെക്കോർഡ് ചെയ്യുന്നത്, കാരണം മെമ്മറി കാർഡ് എററായി പോയിട്ട് ഞാൻ 3ാമത്തെ തവണയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുപിടുന്നവരേക്കും ബൈ. താങ്ക് യു.